ശരിക്കും ഉടമ്പടിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രസൻസ് ഫീൽ ചെയ്യേണ്ടതാണ്. കാര്യം ഉടമ്പടിയുടെ പാക്കേജിലുള്ളതാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. വാഗ്ദാന പേടകത്തിൻ്റെയൊക്കെ കോൺസെപ്റ്റ് അതാണ്. വാഗ്ദാന പേടകത്തിൻ്റെ കോൺസെപ്റ്റ് തന്നെ നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പാലിച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വാഗ്ദാന പേടകമായിട്ട് കൺവേർട്ട് ചെയ്യും. ആർക്ക് ഓഫ് ദി കവനൻ്റ്, ദൈവം നിങ്ങളിൽ വസിക്കും. ഈ ദൈവം നിങ്ങളിൽ വസിക്കുന്ന അനുസരിച്ചാണ് ഇതുപോലെ നമ്മൾക്ക് വ്യക്തികളെ കാണാൻ കഴിയണതും നമ്മൾ തന്നെ ചെല്ലുന്ന ഇടങ്ങളിൽ നമുക്ക് ഉടനെ സഹായങ്ങൾ ലഭിക്കണതും. ഇങ്ങനെ ഓരോരോ വിഷയങ്ങളും മറ്റ് പ്രാർത്ഥനാ രൂപങ്ങൾക്ക് ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ഈ പ്രസൻസാണ്. പക്ഷെ പ്രസൻസിന് എപ്പോഴും വേണ്ടത്, ഇപ്പോൾ സ്വാതിയുടെ കുറച്ച് ഉടമ്പടി മുന്നോട്ട് പോകുമ്പോൾ സ്വാതിയുടെ അമ്മ പറയും, നിനക്ക് വിസ ഇപ്പോഴും വരണില്ലല്ലോ. വിസ വരുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. വിസ വരുന്നതിന് മുമ്പ് സ്വാതി അത് വരാത്ത കാലത്ത് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വാതിയുടെ പ്രശ്നം പണമാണ്. പണം കിട്ടാനുള്ള മാർഗവും ഇല്ല, അതിനെ ചിന്തിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല. പണത്തെക്കുറിച്ച് നമുക്ക് ഇന്നയാൾ തരും ഇന്ന സ്ഥലത്ത് നിന്ന് ചോദിക്കാമെന്നൊക്കെ നമുക്കൊരു ഐഡിയ ഇല്ലേ? പണത്തെക്കുറിച്ച് സ്വാതിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാനുള്ള ഒരു ആശയം പോലും ഇല്ല. അതാണ് സീറോ മൈനസ് എന്ന് പറയണത്. പിന്നെ ആകെപ്പാടെയുള്ള അവലംബം എന്ന് പറയണത് അമ്മയാണ്. ഉടമ്പടി വഴി അമ്മയുമായിട്ടുള്ള റിലേഷനാണ്. ആ റിലേഷൻ അവൾ മര്യാദയ്ക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കീപ്പ് ചെയ്തിട്ട് അവൾ ഒരു നിവൃത്തി ഇല്ലാതിരിക്കുന്ന സമയത്ത് അവളിവിടെ വന്നിരുന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ജപമാല ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോൾ അവൾക്ക് ഉടനെ വേണ്ടത് 2 ലക്ഷം രൂപയാണ്. ഉടനെ അവളുടെ മടിയിലോട്ട് നോക്കുമ്പോൾ 2 രൂപയുടെ തുട്ട് കിടക്കും. ആരിട്ടെന്ന് ആർക്കും അറിയത്തില്ല. 2 രൂപയുടെ തുട്ട് മടി കിടക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ രസമാണ്. എന്നുവെച്ചാൽ നമ്മൾ പറയുന്നൊരു ആംഗിളിലല്ല ഉടമ്പടി പോണത്. ഇത് ഡയറക്റ്റ് പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷനാണ്. അപ്പോൾ സ്വാതിക്ക് ഉടനെ മനസ്സിൽ തോന്നും, ഈ 2 രൂപ ആരാകൻ്റെ മടി കൊണ്ടുവന്ന് ഇട്ടത്. അപ്പോൾ അവൾ 2 രൂപ എടുത്തിട്ട് ടോസ് ഇടും എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ഗതിയും പരഗതിയും ഇല്ല, 5 പൈസ കിട്ടാനും തരവില്ല, ആരോട് ചോദിക്കുന്നുള്ളൊരു ഐഡിയയും ഇല്ല, ഞാനിങ്ങനെ ഒരു ബിഗ് സീറോ അല്ലേ, അമ്മേ സത്യം പറ, ഞാൻ പോകുക ഇല്ലയോ എന്നിട്ട് പറഞ്ഞിട്ട് ടോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ മാതാവ് നീ പോകുമെന്ന് പറയും. അതാണ് ടോസ് വീഴും. അപ്പോൾ അതും പിടിച്ചോണ്ട് അവൾ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഉടനെ അവളുടെ ആൻറ്റി വിളിക്കും. ആൻറ്റി വിളിച്ചിട്ട് ഈ 2 ലക്ഷം രൂപ അവൾക്ക് ക്രമീകരിച്ച് കൊടുക്കും. അപ്പോൾ പിന്നെ ഈ പൈസ അവളുടെ കയ്യിൽ നിന്ന് കാണാതെ പോകും. അത് ഇത് ഭയങ്കര രസം. ആ സാക്ഷി ഇന്നാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾ നോക്കിയാൽ മതി. എങ്ങനെയാണ് വളരെ കോൺക്രീറ്റ് ടാൻജിബിളായിട്ട് നമ്മളോട് ദൈവം ഇങ്ങനെ മെറ്റീരിയലായിട്ട് ഇടപെടുന്നത്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഫീച്ചറിലൊന്നാണ് മെറ്റീരിയലായിട്ട് നമ്മളോട് ഇടപെടുന്നത്, മെറ്റീരിയൽ എവിഡൻസോടുകൂടി. ഒരു സ്പിരിച്വൽ എവിഡൻസിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് മെറ്റീരിയൽ എവിഡൻസ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഉടമ്പടിയിലെ ലാസ്റ്റ് ഭാഗങ്ങളെല്ലാം സഞ്ചരിക്കുന്നത്. ദൈവം നമ്മളുടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിന്നെ സ്റ്റക്കിംഗ് ഓഫ് ദി കവനൻ്റ് ഉണ്ട്. ഇവിടെ ഉടമ്പടി എവിടെയെങ്കിലും പോയി ഇടിച്ച് നിൽക്കാം. അത് രണ്ടുപേർക്കും കോമൺ ഫാക്ടറാണ്. മിനിക്കും അതുപോലെ തന്നെ അലിഷയ്ക്കും ഇവർ ഈ ഉടമ്പടി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് ഡെഡ് എൻഡായിട്ട് ഇങ്ങനെ ഇടിച്ച് നിൽക്കാം. പിന്നെ ഫർദർ നോ മോർ ബിയോണ്ട് എന്നും പറഞ്ഞ ഒരു സിറ്റുവേഷൻസ് വരും ഉടമ്പടിയിൽ. എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ഫാക്ട് വർക്ക് ചെയ്യണത്, ഇപ്പം മിനിയുടെ കാര്യത്തിലും ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് കണ്ടീഷൻ അല്ല. ഭർത്താവ് സുഖപ്പെട്ടു, ആ മാരകമായ ശ്വാസകോശ രോഗിയായിരുന്ന ആൾ സുഖപ്പെട്ടു. പിന്നെ മക്കളുടെ കാര്യം വരുമ്പോൾ ഉടമ്പടി ഇടിച്ച് നിൽക്കാം. നോ മോർ ബിയോണ്ട് എന്നും പറഞ്ഞ് ഇടിച്ച് നിൽക്കാം. ഉടക്കി നിൽക്കേ, ഉടമ്പടിയിൽ ഉടക്കെന്ന് പറയും. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളൊക്കെ എപ്പം ഉപയോഗിക്കുന്ന വാക്കാണ് ഉടക്ക്. വല വിട്ട് കഴിഞ്ഞാൽ പാറ കുടുങ്ങി നിൽക്കും, പിന്നെ വലിച്ചാൽ വരത്തില്ല. വരികയാണെങ്കിൽ മോശമായിട്ട് വലിക്കുകയാണെങ്കിൽ വല കീറിയും പോകും, ഉള്ള മീനും കൂടി പോകും. അങ്ങനെ ഉടക്കെന്ന് പറയണത്. ഉടമ്പടിയിൽ ഉടക്കുണ്ട്. ഉടക്കെന്ന് പറയുമ്പോഴേ ഇവരുടെ രണ്ടുപേരും മിനിയുടെയും അലീഷയുടെയും ഉടമ്പടി ഉടക്ക് സെയിമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഏജൻറ്റ് വന്നിട്ട് പറയും, ഇപ്പോൾ അലിഷയുടെ അമ്മയാണ് പറയണത്, എന്തുകൊണ്ടാണ് നിനക്ക് ഫർദർ ആയിട്ടുള്ള വീണ്ടും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം നീ ഉടമ്പടിയിലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാത്ത കൊണ്ടാണ്. അതാണ് സംഭവം. എല്ലാവർക്കും ഉടമ്പടി ഉടക്ക് വരുന്നതിൻ്റെ മെയിൻ സംഭവം ഉടമ്പടി ഉടക്ക്. ഇപ്പോൾ മിനിയുടെ കാര്യത്തിലും അങ്ങനെയാണ്. മകൻ്റെ കാര്യത്തിന് ഒരു മൂവ്മെൻ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ മൂവ്മെൻ്റ് ഉണ്ടാകാതെ വരുമ്പോൾ മിനി സ്വയമായിട്ട് തന്നെ എക്വിപ്ഡ് ആയത് കാരണം അവൾ തിരിച്ചറിയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാത്തത് കൊണ്ടാണെന്ന്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും. പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവൃത്തി എന്ന് രോഗികളെ കാണുന്നത്. കാരുണ്യ പ്രവൃത്തിക്ക് പകരം പ്രേക്ഷിത പ്രവൃത്തി ആകത്തില്ല. പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുന്നത് യേശുവിനെ അറിയാത്തവരെ അറിയിക്കുന്നത്. അതിനാണ് ഈ പത്രം കൊടുക്കണമെന്ന് പറയണത്. പത്രം കൊടുക്കുമ്പോൾ എന്ന് പറയണത്, പത്രം കൊടുക്കുമ്പോൾ അവർ ചെയ്യണത്, ചിലരിങ്ങനെ പത്രം കൂളായിട്ട് കൊടുത്തിട്ട് പോരും. ചിലർ പത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറയും, മാതാവിനെക്കുറിച്ച് പറയും. സ്വാതി പറയണത് ഈ ഉടമ്പടിയിൽ പുഷ് പുള്ളെന്ന് പറഞ്ഞ് വേറെ ഒരു പ്രക്രിയ കാണുന്നുണ്ട്. പുഷ് പുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൽപ്രവർത്തികളും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഉടമ്പടി പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഉടമ്പടിയെ പുറകിൽ തള്ളി മുമ്പോട്ട് കൊണ്ടുപോകണതാണ്. ഈ മുമ്പിൽ നിന്ന് വലിക്കണ ഒരു പരിപാടിയുണ്ട്. മുമ്പിൽ നിന്ന് വലിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രയോജനമുള്ള കാറ്റഗറിയിലേക്ക് നമ്മൾ ഉടമ്പടിയെ മൂവ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പോൾ ഇവളെന്താ പറയണത്, സ്വാതി എന്താ പറയണത്? സ്വാതി പറയണത്, കർത്താവേ, സ്വാതിയുടെ പ്രാർത്ഥനകൾ അവസാന കാലമാകുമ്പോൾ ഉടമ്പടി ക്രാക്കിംഗ് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ സ്വാതി അപ്പം പ്രാർത്ഥിക്കണേ, കർത്താവേ, എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് പറയണത്. ഞങ്ങളുടെ നാട്ടിലെ ചേച്ചിക്ക് ഇന്നത് സംഭവിച്ചു, രോഗം ഇങ്ങനെ സുഖപ്പെട്ടു, ജോലി അങ്ങനെ കിട്ടിയെന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ പരിചയപ്പെടുത്തുന്നത്. ഈശോ, ഞാൻ നിന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. എനിക്ക് നിന്നെ പരിചയപ്പെടുത്തണമെങ്കിൽ എനിക്ക് നീ സ്വന്തം അനുഭവങ്ങൾ തരണമെന്ന് പറയും. അവിടെ വിഷയം അതാണ്. ഇവർ പറഞ്ഞത് ഇവരുടെ നിയോഗം നിറവേറ്റാനാണ് പറയണത്. പക്ഷെ പറയണ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയും ഭർത്താവിൻ്റെ കുടി മാറണേ എന്ന് വെച്ചാൽ ഈ ജന്മം മാറത്തില്ല. കാര്യം അത് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രെയർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി, അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നിങ്ങളാണ്, ദൈവമല്ല. നിങ്ങളുടെ കുടി മാറിയിട്ട് കർത്താവിന് എന്ത് കിട്ടാനാണ്? നിങ്ങളുടെ കുടി മാറിയാൽ അത്രയും കാശ് വീട്ടിൽ കിട്ടും, അത്രയും കാശ് കൂടി നിങ്ങൾക്ക് സാരി വാങ്ങിക്കാവുന്നല്ലാതെ ദൈവത്തിന് എന്താ പ്രയോജനം? അപ്പോൾ പ്രാർത്ഥന റീഡിസൈൻ ചെയ്യണം. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു എൻജിനീയറിങ്, കവനൻ്റ് എൻജിനീയറിങ് എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട പ്രാർത്ഥനയാണിത്. എന്നുവെച്ചാൽ ഇപ്പോൾ സ്വാതി പറയണത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിന്നെ കൺവേ ചെയ്യണം. പക്ഷേ ഇത്രയും നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങോട്ട് പറയണത് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ തരണം, അപ്പോൾ എനിക്ക് ഈസി ആയിരിക്കും. അതാണ് പുള്ളെന്ന് പറയണത്. പുഷ് മാത്രമല്ല, പുള്ളിയെ മുമ്പോട്ട്. കാര്യം ദൈവത്തിന് പ്രയോജനമുള്ള കണ്ടൻ്റ് ആകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ സ്പീഡ് കൂടും, ഇതിൻ്റെ വേഗം കൂടും, ഉടമ്പടിയുടെ വേഗം കൂടും.
ടേക്ക് ദി ബേർഡ് ഓഫ് ഗോഡ്. ഹബക്കൂക്ക് 3:19. ഹബക്കൂക്ക് 3:19. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഉന്നതങ്ങളിലേക്ക് അവിടെ നിന്ന് നടത്തുന്ന, മേൽഗതിയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഈ മേൽഗതിയിലേക്ക് നമ്മളെ നയിക്കുന്നത് എങ്ങനെയാണ്? അവിടുന്ന് എൻ്റെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. അപ്പൊ നമ്മുടെ ജീവിതയാത്രയെ സ്പീഡപ്പ് ചെയ്യുന്നത് ആരാണ്? ദൈവമാണ്, നമ്മളല്ല. നമ്മളെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? അവിടുന്ന് എൻ്റെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. അപ്പൊ ദൈവമാണ് വേഗത നൽകണത്. അപ്പൊ ദൈവം വേഗത നൽകണമെങ്കിൽ സ്പീഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങളായി ഉടമ്പടി മാറണം. നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഉടമ്പടി ഇട്ടിരിക്കുന്നത്. നിയോഗങ്ങളില്ല, 6 നിയോഗങ്ങളെല്ലാം നമുക്ക് പ്രാധാന്യമുള്ളതാണ്. നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ എഴുതിയിടുകയും ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങൾ നമ്മൾ തൊട്ട് നോക്കിയിട്ടില്ല. ഇപ്പം അലീഷയുടെ ഒരു പ്രശ്നം, അലീഷയുടെ അമ്മ പറയും, നിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചെന്നല്ലാതെ നീ ഒരു കാരുണ്യ പ്രവൃത്തിയോ ഒരു രോഗിനെ പോയി കാണുകയോ ഒരു കാരുണ്യ പ്രവൃത്തികളോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അമ്മ പറയും. അപ്പോൾ ഇവൾ ഉടനെ പറയണത്, നമുക്ക് കാശുണ്ടാമേ ഇതൊക്കെ ചെയ്യാൻ, കാരുണ്യ പ്രവൃത്തിക്ക് ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും എന്തിനും വാങ്ങിച്ചൊക്കെ കൊടുക്കണ്ടേ രോഗികൾക്ക്? അതിന് കാശ് വേണ്ടേ? നമുക്ക് ഇവിടെ നിന്നാണ് കാശ്? കാലണയില്ലാത്തവർ എന്ത് കാരുണ്യ പ്രവൃത്തി ചെയ്യാനാണെന്ന് ചോദിക്കും. പക്ഷെ ആ ചോദ്യത്തോടുകൂടി മാതാവ് ഇവൾക്ക് മനസ്സിലെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോം മനസ്സിൽ കാണിക്കും. ഇപ്പോൾ ഇവൾ നടന്ന് ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകും. വിസ ബ്ലോക്ക് ചെയ്തിരിക്കണമല്ല, വിസ ബ്ലോക്ക് ചെയ്ത് ഉടമ്പടി ഉടക്കായി കിടക്കുകയാണ്. പക്ഷെ അമ്മ ആ ഉടക്ക് നിവർത്താൻ വേണ്ടി പറയുകയാണ്, കാരുണ്യപ്രവൃത്തി ചെയ്യണില്ല, അതുകൊണ്ടാണ് ഉടക്കി കിടക്കണമെന്ന് പറയും. അപ്പോൾ ഇവൾക്ക് കാര്യം മനസ്സിലാവും. ഇവൾ നടന്ന് ഒരു ആതുരാലയത്തിൽ പോകും. അവൾ പറയണത്, ഞാൻ ഒന്നും ചെയ്തില്ല. അവിടെ പോയി ആതുരാലയത്തിലുള്ള അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഒക്കെ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായി. മകൾ ഇനിയും വരണമെന്ന് പറഞ്ഞു. കാര്യം ഒറ്റപ്പെടൻ്റെ അനുഭവം അവർ അനുഭവിക്കുകയാണ്. ആരും ഹൃദ്യമായി സംസാരിക്കാനില്ല. വന്നവർ വായിക്കുറെ ബിരിയാണി കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആൾക്കാർ കണ്ടതുകളൊക്കെയാണ്. ഒരു വണ്ടിക്ക് വന്ന് ഇറങ്ങും അല്ലേ, ആരാധനാലയത്തൊക്കെ ചെയ്യണം. അങ്ങനെ അല്ല, ഈ ഓർഫ്ലൈനിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യണം, എവിടെയും കല്യാണം കഴിച്ച് ബാക്കി വന്നെ കുറേ ബിരിയാണിയും കൊണ്ട് ഒരു ടെമ്പോയിൽ ചെല്ലും. കുറേ അവന്മാർ പകുതി കുടിച്ച് കാണും, പകുതി കുടിക്കാത്തവന്മാരുണ്ട്, മദ്യപാനികളുണ്ടാകും. ഇങ്ങനെ കുറേ ആഭാസന്മാരുടെ ഒരു ക്രിയപോക്ക്. ബാക്കി ചോറ് വെട്ടിമൂടുന്നതിന് പകരം അനാഥാലയത്തെ കൊണ്ട് വെട്ടിമൂടും, എന്നാൽ അവർക്ക് കൊണ്ടേ കൊടുക്കും. അപ്പോൾ അവർ അങ്ങനെയല്ല, അവരോടൊരു വാക്ക് സംസാരിക്കുകയോ അതൊന്നും പ്രേക്ഷിത പ്രവർത്തനമല്ല. ഈ സംഭവം നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്തു വെക്കാം, എങ്ങനെയും ചെയ്ത് വെക്കണമല്ല പ്രശ്നം. അതിൻ്റെ പിന്നിലുള്ള എല്ലാം വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് വേണ്ടത്. ഉടമ്പടിയിൽ നമുക്ക് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ ചേതോ വികാരം, ചൈതന്യവത്തായ ആ ഉപവിപ്രവർത്തനത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എങ്ങനെ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലാതെ കല്യാണത്തിന് കുറേ ബിരിയാണി ബാക്കി വന്ന് കുറേ അണ്ണന്മാർ അതിൻ്റെ സ്മോൾ എടുത്തിട്ട് അവിടെ അനാഥാലയത്തിൽ കൊണ്ടുപോയി ഡംപ് ചെയ്ത് ഈ ചെരുവം കണ്ട് ഇറക്കി വെച്ച് ഞങ്ങൾക്ക് പോകണമെന്ന് പറയും. ഇതല്ലേ പറയണത്? ഇതൊന്നും പ്രേക്ഷിത പ്രവർത്തനങ്ങളല്ല. അതൊരു ആധ്യാത്മിക കുറ്റകൃത്യമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ആധ്യാത്മികമായിട്ടുള്ള ആൾക്കാർ, ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതിൻ്റെ പരമ്പരാഗതമായ ഈ പ്രവർത്തനങ്ങളെ ഇന്ന് വോട്ട് പിടിക്കാനും പാർട്ടി വളർത്താനും വേണ്ടി ആൾക്കാർ പൊതിച്ചോറ് കൊടുക്കുന്ന കാലമാണിത്. അതല്ല സഭയുടെ ലക്ഷ്യം. സഭയ്ക്ക് ഇതിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ളവരാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്ത മനുഷ്യനോടുള്ള ജീവനോടുള്ള ബഹുമാനത്തിൻ്റെ കാരുണ്യ പ്രവൃത്തിയും കരുതലും ചേർത്ത് പിടിക്കലുമാണത്. അത് ആ ചേർത്ത് പിടിക്കൽ സംഭവിക്കുന്നത് ആധ്യാത്മികമായ ദൈവികമായ ലക്ഷ്യത്തോടു കൂടിയാണ്.
ആ പ്രവർത്തനമാണ് ഉടമ്പടി നിങ്ങൾ ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ കാരുണ്യ പ്രവൃത്തികളിലെ പരിശുദ്ധാത്മാവിന്റെ ഫലമായ ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ അവള് അലീഷ ചെയ്ത അതാണ്. അലീഷ ചെയ്തത് അവിടെ പോയി അവരോട് സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ഓരോരുത്തരോടും മാറി മാറി സംസാരിച്ചു. എന്നിട്ട് അവൾക്ക് പോരുമ്പോൾ ഷീ വാസ് ജസ്റ്റ് കണ്ടൻറ്റ്. എന്ന് വെച്ചാൽ അവൾ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭവമായ ഒരു ആന്തരികമായ ശക്തി തോന്നി. അത് ഈ മിനിയും അത് തന്നെ പറയുന്നുണ്ടാണ്. ഞങ്ങൾ ഓരോരുത്തർക്കും പത്രം കൊടുക്കും. ഞങ്ങൾ പത്രം കൊടുത്തിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവർ പറയും, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ അത്ഭുതങ്ങൾ വായിക്കണം, ഈ ആഴ്ച നടന്ന കാര്യമാണ്, നിങ്ങൾ കൃപാസനത്തിൽ പോയിട്ടുണ്ടോ? അവർ പറഞ്ഞു പോയിട്ടില്ല. പോകേണ്ട സ്ഥലമാണ്, അമ്മ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മിനി ആൾക്കാരോട് പറയും. അതാണ് പേഴ്സണൽ പ്രവർത്തനം, ദൈവസേവകം എന്ന് പറയുന്നത്. അല്ലാതെ പത്രം കൊണ്ട് വലിച്ചെറിഞ്ഞാൽ പോകുകയില്ല. ആരുടെങ്കിലും മോന്തക്കെട്ട് ചാണ്ടിയിട്ട് അടുത്ത ഇനി 4 കൂടി ഉണ്ടെന്ന് പറഞ്ഞ് നടക്കണല്ലേ. ഇങ്ങനെയുള്ള ആൾക്കാരെ ഉടമ്പടി എടുത്തിരിക്കണത് വെളുക്കാൻ ചെക്കണ പാണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം എന്നിട്ട് ഈ ഇപ്പം മിനി അലിഷയുമാണല്ലോ, 2 പേരാണല്ലോ ഇവിടെ മോഡലായിട്ട് എടുത്തിരിക്കണത്. ഈ മിനി പറയണ ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങളുടെ അനുഭവങ്ങൾ കർത്താവിനെ അറിയാത്തവരോട് പറയും, ഞങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയും. എന്നിട്ട് കർത്താവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും. തിരിച്ചു പോരുമ്പോൾ എന്തെന്നില്ലാത്ത ആന്തരിക ആഹ്ലാദമാണ് മനസ്സിൽ. അതാണ് കണ്ടൻ്റ് എന്ന് പറയുന്നത്. അത് അലീഷയ്ക്കും വരുന്നുണ്ട്. ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ ദാരിദ്ര്യം സംസാരിക്കാനും കേൾക്കാനും പറയാനും ആരും ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അലീഷ പറയും, കാശെന്തിനാ കാരുണ്യ പ്രവർത്തിക്ക്. ആൾ പറയുന്നുണ്ട്, കാശെന്തിനാ കാരുണ്യ പ്രവർത്തിക്ക്, മര്യാദക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ അറിഞ്ഞാൽ മതി. അപ്പോൾ കാരുണ്യപ്രവൃത്തിയാണ് നിൻ്റെ പ്രശ്നം, നിൻ്റെ ഉടമ്പടിയുടെ ഉടക്കെന്ന് മനസ്സിലാക്കിയപ്പോൾ പിറ്റേ ദിവസം മുതൽ മൂവ്മെൻ്റായി ഉടമ്പടി. നിങ്ങളുടെ ഉടമ്പടി ഉടക്കി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ടാകും, ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാകും, ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല. ചെയ്യേണ്ടതുപോലെ ചെയ്യണില്ലെന്നാണ് പ്രശ്നം. ചെയ്യേണ്ടതുപോലെ എന്താണ്? എന്ത് ചെയ്താലും കർത്താവിൻ്റെ സ്നേഹത്തോടെ ചെയ്യണം. എന്ത് ചെയ്താലും ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. എന്ത് ചെയ്താലും 1 കൊരിന്തോസ് 16:14 1 കൊരിന്തോസ് 16:14 നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. പത്രം കൊടുത്തോ, രോഗികളെ പോയി കണ്ടോ, പൊതിച്ചോറ് കൊടുത്തോ, വെളുപ്പിന് എഴുന്നേറ്റ് പാകം ചെയ്തോ, അതല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? അതിൻ്റെ അകത്ത് ഇന്ധനത്തിനാണ് പ്രശ്നം. അത് നിങ്ങൾ സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്നേഹമാണ്. ബൈബിളിൽ നമുക്ക് സ്നേഹമുണ്ടാകാം, നമുക്ക് വിശ്വാസമുണ്ടാകാം. പക്ഷേ മനുഷ്യ സ്നേഹമുണ്ട്, മനുഷ്യവിശ്വാസമുണ്ട്. അതിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവസ്നേഹമുണ്ട്, ദൈവവിശ്വാസമുണ്ട്. അതെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റോമൻ 4:20 എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞേ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പോൾ ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യവിശ്വാസം കേവലമാണ്. മനുഷ്യവിശ്വാസത്തിൽ ചെയ്യാം. എന്തുമാത്രം മനുഷ്യന്മാരാണ് ദൈവത്തെ അറിയാത്തവരൊക്കെ ദൈവത്തെ വിശ്വസിക്കാത്തവർ പോലും കുറേ ഉപപ്രവർത്തനങ്ങളൊക്കെ ചെയ്യണില്ലേ? അത് മനുഷ്യവിശ്വാസമാണ്. ദൈവവിശ്വാസം എന്ന് പറയണത് റോമൻ 4:20 എന്താണ്? ആ വിശ്വാസം കൊണ്ട് ദൈവത്തെ മഹത്വമായിരിക്കണം. അല്ല നമുക്ക് വോട്ട് വാങ്ങിക്കുക എന്നുള്ളതല്ല, അധികാരത്തിൽ കയറുക എന്നുള്ളതല്ല. അതിൻ്റെ വിഷയം ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. അപ്പം നീ ഉടമ്പടിയിൽ ഒരു ഉപവിപ്രവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൻ്റെ
മഹത്വമായിരിക്കണം. അപ്പം മിനി അത് പറയുന്നുണ്ട്, ഞങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്. പക്ഷെ ഞങ്ങളത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാര്യം നടക്കണമേ എന്നല്ല ഞങ്ങൾ ചിന്തിക്കണത്, മറിച്ച് ദൈവം മഹത്വപ്പെടണം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കണം. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് 4:20 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ ശക്തി പ്രാപിക്കുവിൻ. അപ്പൊ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ, ശക്തിയുള്ള വിശ്വാസം, പവർഫുൾ ഫെയ്ത്ത്, എവിടെയെങ്കിലും ഉടമ്പടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ഉപയോഗിക്കേണ്ട പവറ് ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുന്ന ശക്തിയുള്ള വിശ്വാസമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തിയുള്ള വിശ്വാസം ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഇതാണ് വെച്ചാൽ ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഉപപ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും നമ്മൾ ചെയ്യേണ്ടത്. എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നിങ്ങൾ 100 രോഗികളെ കണ്ടാന്ന് പറഞ്ഞൊരു കാര്യമില്ല. ചിലപ്പോൾ ഒരു രോഗിനെ കണ്ടിരിക്കണത് അത് ദൈവസ്നേഹത്തോടെ ആണെങ്കിൽ അവിടെയാണ് ബലം പ്രാപിക്കണത്. അതായത് നിങ്ങൾക്ക് ബലം പ്രാപിക്കണമെങ്കിൽ അപ്പോൾ റോമൻ 4:20 അനുസരിച്ച് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ ശക്തി പ്രാപിക്കുവേ. അപ്പോൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തലാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന ദൈവസ്നേഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമത്തിലാകണത്. അതാണ് വിഷയം. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിലാകും. ഇപ്പം നിങ്ങളുടെ ILT PR വരാൻ വേണ്ടി PR-ൻ്റെ നാമത്തിലാണ് നിങ്ങൾ ചെയ്യണത്, നിങ്ങളുടെ നാമത്തിലാണ് സംഭവം ചെയ്യണത്. പിടിയിട്ടില്ലേ? ഉടമ്പടി ചില ആൾക്കാർ ഇരന്ന് പണി മേടിക്കണത് അങ്ങനെയാണ്. ഇവർ ഭയങ്കരമായിട്ട് പണിയൊക്കെ ചെയ്യും. രോഗി ഓർഫനേജിൽ പോവുകയോ അല്ലെങ്കിൽ രോഗികളെ പോയി കാണുക, ആശുപത്രിയിൽ പോവുകയോ പൈസ കൊടുക്കുകയോ ചെയ്യും. എന്തിനാണ്? കർത്താവ് ഇങ്ങനെയെങ്കിലും PR കിട്ടണേ എന്ന് പറയുമ്പോൾ ആർക്ക് PR കിട്ടണ കാര്യമാണ് പറയണത്? അവർക്കാണ്. അവരുടെ നാമത്തിലാണ് ചെയ്യണത്. അവരുടെ നാമത്തിൽ ചെയ്യുമ്പോൾ ബലം പ്രാപിക്കത്തില്ല. അവിടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? ദൈവം അതിൻ്റെ അകത്ത് കക്ഷിയല്ല. ഉടമ്പടിയിൽ ദൈവമാണ് കക്ഷി. അപ്പം അതെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യണം. ആരെങ്കിലും എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ, മത്തായി 10:42, ഈ ചെറിയവരിൽ ഒരുവന് പറഞ്ഞ് ഈ ചെറിയൊരുവന് ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആരുടെ ശിഷ്യനാണ്? കർത്താവിൻ്റെ ശിഷ്യനാണ്, അല്ലേ? അപ്പോൾ ഒരു വ്യക്തിയെ കർത്താവിൻ്റെ ശിഷ്യനായി കണ്ടുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിലാണ് അവരെ സഹായിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആരുടെ നാമത്തിലാണ്? നിങ്ങളുടെ PR-ൻ്റെയോ പെൻഷൻ്റെ നാമത്തിൽ, നിങ്ങളുടെ നാമത്തിലല്ല. ആരുടെ നാമത്തിലാണ്? കർത്താവിൻ്റെ നാമത്തിലാണ്. ഒരു പത്രം കൊടുക്കുമ്പോഴും ഒരു പൊതിച്ചോറ് കൊടുക്കുമ്പോഴും കർത്താവെ നിൻ്റെ നാമത്തിൽ. സ്വാതികൃഷ്ണ അവസാനം പറയുന്നൊരു വാക്കുണ്ട്. പറയണത്, കർത്താവെ ഞാൻ രക്ഷപ്പെടുകയോ രക്ഷപ്പെടാതിരിക്കുകയോ, ഞാൻ വിദേശത്ത് പോവുകയോ ജോലി കിട്ടുകയോ, അതൊന്നുമല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം നീയാണ്. എവിടെ ഞാൻ പോയാലും പോയില്ലെങ്കിലും, പരീക്ഷ തോറ്റാലും ജയിച്ചാലും എന്തു ചെയ്യണം? നിന്നുമായിട്ടുള്ള ബന്ധം പോകരുതെന്ന്. അതാണ് സംഭവം. അതാണ് ഉടമ്പടി ലാഗ് ചെയ്യണതിൻ്റെ കാരണം. ഇവിടെ ആധ്യാത്മിക ജീവിതം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈസിയുമാണ്, അതേസമയം തന്നെ കുറച്ച് ശ്രദ്ധ വേണ്ട കാര്യങ്ങളും കൂടിയാണ്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അവളുടെ പ്രാർത്ഥന, സ്വാതികൃഷ്ണയുടെ പ്രാർത്ഥന ഏറ്റവും നല്ല പ്രാർത്ഥന. കർത്താവേ എനിക്ക് കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം പോകരുത്. എന്തൊരു പ്രാർത്ഥനയാണ്! സ്വർഗം ത്രസിക്കുന്ന പ്രാർത്ഥനയാണ്. അതൊരു അക്രൈസ്തയുടെ വായിന്ന് വീഴെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിഷേകം എന്താ? ഒരു ഒന്നൊന്നര അഭിഷേകം ദൈവം എല്ലാവർക്കും ഓഹരിയാക്കുകയാണ് ഉടമ്പടിയിലൂടെ. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ,
യേശുവൻ കൂടെയുണ്ട്. രോഗങ്ങളുടെ മേലും ജീവിത പ്രാരാബ്ധങ്ങളുടെ മേലും സമാശ്വാസം പ്രാപിക്കാനുള്ള പ്രാർത്ഥനയുടെ സമയമാണ്. എല്ലാവരും സ്തുതിക്കട്ടെ, ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താരയിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ അടയാളം കാണിക്കണമേ. അങ്ങനെ ഉന്നതമായ കരബലത്താൽ അടയാളം കാണിക്കണമേ. കർത്താവ്, ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അങ്ങ് തിരുമുറുപാർന്ന് വലതുകരം ആണിപ്പെടുതാർന്ന് അത്ഭുതകരം വെക്കണമേ. അപ്പാ, അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ അടയാളം കാണിക്കണമേ. അപ്പാ, അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ അത്ഭുതങ്ങൾ വർഷിക്കണമേ. അപ്പാ, എല്ലാ മക്കളും, തളർന്നുപോയ മക്കള്, വാടിപ്പോയ മക്കള്, ആറിപ്പോയ മക്കള് എല്ലാം പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ ശക്തി ഇടിമുഴക്കം പോലെ, അടുപ്പിട പോലെ ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും പതിക്കട്ടെ. എല്ലാ ഉച്ചുമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ചുമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും, എല്ലാ പേശികളിലും, എല്ലാ ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. വാതരോഗങ്ങൾ, PCOD രോഗങ്ങൾ, ഫിസ്റ്റുല രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തിക്കൊണ്ട് നാമത്തെ ആരാധനയിലൂടെ വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഒരുമിച്ച് സദയം തുടരണേ, സുഖമായി എൻ്റെ ഉള്ളം. കൈകൾ കൂപ്പുക. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന, ഗർഭിണികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന, ഗർഭാശയത്തിൽ തകരാറുള്ള മക്കള്, സിസ്റ്റുള്ള മക്കള്, ഗർഭാശയത്തിൽ ലിക്വിഡ് കൂടുതലായിട്ടുള്ള മക്കള്, ഗർഭസംബന്ധമായ അരിഷ്ടതകളിലൂടെ പോകുന്നവരെ, അവരെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ കേൾപ്പിക്കുന്ന സമയമാണ്. വ്യത്യസ്തങ്ങളായ രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവര്, അവരെല്ലാം പരിശുദ്ധ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ഉടമ്പടിയുടെ പിൻബലത്താലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അന്യരാജ്യങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവര്, വിസ നഷ്ടപ്പെട്ടവര്, കയറിപ്പോരേണ്ടി വരണവര്, കേസിൽ അകപ്പെട്ടിരിക്കുന്നവര്, ജപ്തി നടപടിക്കാര്, സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, ഭവനരഹിതര്, കുടുംബ കോടതിയിൽ കേസുമായിട്ടിരിക്കുന്നവര്, പിരിഞ്ഞു പോകുന്നവര്, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവര്, വിവാഹത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളിലും വിഷമിക്കുന്നവര് എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, നിൻ്റെ തിരുമുറുപാർന്ന, നിൻ്റെ ആണിപ്പെടുതാർന്ന അത്ഭുതകരത്താൽ മക്കളെ സ്പർശിക്കണമേ. കർത്താവെ, കരുണ കാട്ടണമേ. നിൻ്റെ തിരുവിലാലും മുറിവിനെ ഓർത്ത് കരുണ കാട്ടണമേ. നിൻ്റെ മുൾക്കിടത്തിലെ ചോരപ്പാടുകളെ ഓർത്തുകൊണ്ട് കരുണ കാട്ടണമേ. നിൻ്റെ മരക്കുരിശിനെ ഓർത്തുകൊണ്ട് കരുണ കാട്ടണമേ. കർത്താവെ, ഞങ്ങളുടെ യോഗ്യത കൊണ്ട് കർത്താവെ, അങ്ങയുടെ യോഗ്യതയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ജീവിത ദുരിതങ്ങളും
മാറിപ്പോയിക്കൊണ്ട് ഈശോ ഞങ്ങളുടെ ഹല്ലേലൂയ, നാമത്തെ ഹല്ലേലൂയ, ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. വരേണേ